കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ദന്തൽ വിഭാഗത്തിലാണ് നവീകരിച്ച ഡിജിറ്റൽ സിറാമിക് ലാബ് പ്രവർത്തനം തുടങ്ങിയത്. ദന്തൽ യൂണിറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ 43 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് പുതിയതായി വാങ്ങിയത്. സംസ്ഥാനത്ത് അപൂർവം സർക്കാർ ആശുപത്രികളിൽ മാത്രമുള്ള ഉപകരണങ്ങളാണ് ഇവിടെയുള്ളത്. സ്ഥിരമായി പല്ലുകൾ വയ്ക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ടാകും. വളരെ വേഗത്തിലും കൃത്യതയോടെയും ഒരേ സമയം ഒട്ടേറെ പേർക്ക് സേവനം നൽകാമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും അതിവേഗം മുന്നോട്ട് 2 മാസത്തിനകം വെച്ച് തന്നെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇപ്പോഴുള്ള പരിമിതമായ സൗകര്യങ്ങൾ നമുക്ക് മാറ്റി ഒരു പുതിയ ഹോസ്പിറ്റലായിട്ട് ഉടൻ തന്നെ ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം നമുക്ക് തുടങ്ങാൻ. ദക്ഷിണ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ആദ്യമായാണ് ഡിജിറ്റൽ സിറാമിക് സംവിധാനം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ ഷഹന നസീം, സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ഇന്ദുലേഖ, ഡോക്ടർ പി മീന, റിജി ഫോട്ടോ പാർക്ക്, മഹേഷ് ജയരാജ്, എം ശോഭന, വാർഡ് കൗൺസിലർ രമ്യ സുനിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ തോമസ് അൽഫോൺസ്, ദന്തൽ വിഭാഗം ഡോക്ടർ ആസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.